എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് മടത്തിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഹലോ ഗൈസ്. ഇനി നമുക്ക് ഒരു കൈരേഖ നോക്കണ ആളെടുത്തേക്ക് പോകാം. കമ്മാൺ. ഹായ് ചേട്ടാ. ആയിട്ടില്ല. അയ്യോ, ഇവിടെ ഒരു 10-35 കൊല്ലം പോലെയായി ഇവിടെ വരവ് തുടങ്ങിയിട്ട്. വലിയ മോശമില്ല. ജീവിതമാർഗം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 35 കൊല്ലമായാലും നമുക്ക് നമ്മുടെ ജീവിതം ജീവിതമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ സ്വന്തമല്ല, ഇവിടെ ആൾക്കാർ ഇഷ്ടംപോലെ വേറെയുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-40 ആൾക്കാരുണ്ട്. ആണുങ്ങൾ തന്നെ അവിടെ കൈനോട്ടക്കാർ 3-4 ആൾക്കാരുണ്ട്. ഇതാണ് ജീവിതമാർഗം. ആണ് 3-4 ആൾക്കാർ വേറെ ആളുണ്ട്. അവരൊക്കെ അവരും ഞങ്ങളൊക്കെ കൈനോട്ടക്കാരനാണ്. പക്ഷെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് വേണം നമ്മുടെ ജീവിതം മാറുന്നത്. ദിവസം ഡെയിലി തന്നെ ചിലപ്പോൾ ഒരു 1000, 1500, 2000, 3000 ഒക്കെ കിട്ടി വരും. ചിലപ്പോൾ ഒന്നുമില്ലാത്ത ദിവസമുണ്ട്. ഒന്നും കിട്ടാത്ത ദിവസം മടങ്ങി പോകേണ്ട ദിവസമുണ്ട്. ചിലപ്പോൾ 500 കിട്ടും, ചിലപ്പോൾ 100 കിട്ടും, ചിലപ്പോൾ 2000, ചിലപ്പോൾ 50 കിട്ടും. അങ്ങനെയൊക്കെയാണ്. ഓല അനുസരിച്ചാണ് ഒരു പൈസ തരിക. അങ്ങനെയാണ് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. പിന്നെ ഇതിൽ അൽപ്പുണ്ടാക്കുന്നത് ഈ പെണ്ണുങ്ങളോ സ്ത്രീകള്. ഈ സ്ത്രീകളിൽ നിന്ന് ഇവിടെ ഒരു 10-25 ആൾക്കാരുണ്ട്. പല സ്ഥലത്തു നിന്നും വന്നു കൂടുന്ന പെണ്ണുങ്ങൾ. ബീച്ചല്ലേ, അപ്പൊ എല്ലാത്തിനും വരൂലേ. അതാണ് കൈനോട്ടക്കാരാണ്. അവരെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും അറിഞ്ഞുകൊണ്ടല്ല അവർ കൈ നോക്കുക. അവർ പാട്ടുകൾ പോകണം. പെണ്ണുങ്ങളിൽ വെച്ചിട്ട് അവരെ ഇന്ന് കൈ നോക്കും. അവർ 100, 200, 500, 1000 ഒക്കെ അവർ കൈ നോക്കും. പിന്നെ അവർക്ക് 400 പാടുന്നുണ്ട്. 400 പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാൻ്റെ ഫ്രാക്ക്, അവനാൻ്റെ കാലഘട്ടം തീരാൻ വേണ്ടി ഒരു നീട്ടിപ്പാടലുണ്ട്. ആ നീട്ടിപ്പാടിൽ അവർ 501, 1001, 101 ഒക്കെ തന്നെ മേടിക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ ഉണ്ടൊക്കെ ചെയ്യും. പിന്നെ അത് കൂടാതെ അവർ ധർമ്മം ചോദിക്കും. ചായക്ക് പൈസ ചോദിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഏറ്റവും വർഷത്തരം മോശം അതാണ്. അവർ സാപ്പാടിൻ്റെ പൈസ ചോദിക്കും. ചില സ്നേഹിതന്മാരല്ലേ ഇപ്പോഴത്തെ സ്നേഹിതന്മാർ കുണ്ടന്മാരല്ലേ, അവർ 10, 100, 200, 50 കൊടുക്കുന്നു വരും. എന്നിട്ട് ആ പൈസ കൊണ്ടുവരുന്നതായിരിക്കാം നല്ല ജോലിയിലും പണിയുള്ള ചെറുപ്പക്കാർ ചെക്കന്മാർ അവരെ അവർക്കാണ്. അങ്ങനെ അവരെ വീട്ടിൽ നിന്ന് ചീരാപ്പ് അടിച്ചെടുത്ത് പോകുന്നില്ല. കാരണം ആ പൈസ കൊണ്ടുകൊടുക്കുന്നത് അവരെ മക്കൾക്കാണ്, അല്ല ആരോഗ്യമുള്ള മക്കൾക്കാണ് കൊണ്ടുകൊടുക്കുന്നത്. എല്ലാ പൈസ ഇല്ല, ചായക്ക് പൈസ അല്ലല്ലോ. തെറ്റില്ല. ഇവരെ കയ്യും കാലം വരെ മുടങ്ങിയ കാച്ച് തെറ്റില്ല. നല്ല കാര്യത്തിനാണെങ്കിൽ വേണ്ടിയില്ല. എന്നാൽ ഒരു പിച്ചക്കാർക്ക് വല്ലതും കൊടുക്കുകയാണെങ്കിൽ അതൊരു ഗുണം കിട്ടിയിരുന്നത്. ഇത് നല്ല സ്ത്രീകളാണ്. അവരാണ് ഇത് ധർമ്മം പിച്ച ചോദിക്കുന്നത്, കൈനോട്ടം കൂടാതെ. മനസ്സിലായി? പൈസ ഒന്നില്ല. മനസ്സിലായി? അപ്പം അങ്ങനെയും കൈനോട്ടക്കാർ പെണ്ണുങ്ങളുണ്ട്. അത് ജീവിതമാർഗങ്ങളാണ്. നമ്മൾ ജീവിതമാർഗമുള്ള ആളാണ്. പക്ഷെ നമ്മൾ പറ്റിക്കുന്ന പരിപാടിയില്ല. നമുക്ക് 100 അല്ലെങ്കിൽ 200, 500 നമുക്ക് കിട്ടും. അത് മേടിക്കും. അത്രേ ഉള്ളൂ. നമ്മളത് 200 തരും. നമ്മളത് മേടിക്കാൻ തയ്യാറാണോ? നമ്മളത് പറഞ്ഞു കൊടുക്കും ചെയ്യും. കൃത്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ചെയ്യും. കുഴപ്പമില്ല. ഇന്നവരെ മോശം ഉണ്ടായിട്ടില്ല. ഇന്നവരെ നമ്മൾ കുഴങ്ങിയിട്ടുമില്ല. നമ്മളെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നും കുഴങ്ങിയിട്ടില്ല. വീട്ടിലെ ചെലവുകളൊക്കെ ഞാൻ തട്ടിമുട്ടി ഇങ്ങനെ പോകും. കുഴപ്പമില്ല. ഇത് കടലും മണ്ടായ കാരണം സത്യമാണ്. കുഴപ്പമില്ല. അങ്ങനെ പോകണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൈനോട്ടക്കാരെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കണ്ടവർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക.